Welcome to Excel. So, we will study 10th standard first chapter chemical reactions and equations. So, in the class, we will study major portions and revisions. Everyone clear. Okay. So, everyone ready? Thumbs up. Okay. So, let's get started with the chapter name. Chapter is reactions. Reactions in a very simple term changes. So, we will daily life examples. So, if you have fridge, ice. So, ice is solid state of water. This ice is liquid state. വെള്ളത്തിനെ നമ്മൾ ഒന്ന് എടുത്ത് ചൂടാക്കിയാൽ എന്താ സംഭവിക്കുക? ആവിയായിട്ട് വേപ്പറൈസ് ചെയ്ത് പോകുന്നത് കാണാം അല്ലേ? സോ ഇതൊക്കെ എന്താണ്? എക്സാമ്പിൾസ് ഓഫ് ചേഞ്ച് ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ പാല് അല്ലെ, ഈ പാല് നമ്മൾ കുറച്ച് തൈര് ഒഴിച്ച് റൂം ടെമ്പറേച്ചറിൽ മാറ്റി വെച്ചാൽ എന്താ സംഭവിക്കുക? കുറച്ച് നേരം കഴിയുമ്പോൾ അതിന്റെ ആ ഒരു മണമൊക്കെ മാറുന്ന കാണാം അല്ലെ? വിൽ സീ ദ ക്രിയേഷൻ ഓഫ് എന്താണ്? കേർഡ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ ഈ ഇരുമ്പ് ആണിയോ അല്ലെങ്കിൽ എന്താണ് അയൺ ഗേറ്റ്സോ ഒക്കെ കാണത്തില്ലേ? കുറച്ച് നാൾ അത് അതിന്റെ ഈർപ്പൊക്കെ അടിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അത് തുരുമ്പിക്കുന്നത് കാണാം അല്ലെ? ഇരുമ്പ് തുരുമ്പിക്കുന്നത് കാണാം. സോ അവിടെ എന്താ സംഭവിക്കുക? ഇരുമ്പിന്റെ മുകളിൽ ഒരു ബ്രൗൺ കളർ എന്താണ് ഒരു കോട്ടിംഗ് വരുന്നത് കാണാം അല്ലേ? സോ വിച്ച് ഇസ് അഗൈൻ ആൻ എക്സാമ്പിൾ ഓഫ് എ ചേഞ്ച്. വേറെയും എക്സാമ്പിൾസ് ഇഷ്ടംപോലെ നമ്മുടെ ചുറ്റും കാണും. ആർക്കെങ്കിലും എന്തെങ്കിലും എക്സാമ്പിൾസ് ആയിട്ട് മനസ്സിൽ വരുന്നുണ്ടോ? പറയുകയാണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിലിട്ടെ. യെസ്, ഒരു നല്ല എക്സാമ്പിൾ നമുക്ക് ആർദ്ര പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ബേണിംഗ് ഓഫ് മാച്ച് സ്റ്റിക്ക് അല്ലെ? സോ മാച്ച് സ്റ്റിക്ക് കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുക? കത്തിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു ഹിസ് ശബ്ദത്തിൽ ഒരു എന്താണ് ഒരു വൈറ്റ് ലൈറ്റ് വരുന്നത് കാണാം അല്ലെ? എന്നിട്ട് അത് കത്തിത്തീരുന്നത് നമുക്ക് കാണാം. വിച്ച് ഇസ് അഗൈൻ ആൻ എക്സാമ്പിൾ ഓഫ് ചേഞ്ച്. സോ ചേഞ്ചസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ചേഞ്ചസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. സോ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾസിലൊക്കെ ചിലതൊക്കെ ടെമ്പററി ചേഞ്ചസ് ആണ്, ചിലതൊക്കെ ഫിസിക്കൽ പെർമനന്റ് ചേഞ്ചസ് ആണ്. ഇതിൽ ടെമ്പററി ചേഞ്ചസ് നമ്മൾ എന്താ കണ്ടേ? ഐസ് എന്ന് പറയുന്നത് എന്താ? വെള്ളം അല്ലെ? വെള്ളത്തിന്റെ ഫോർമുല എന്താ? H2. അതിപ്പം ഐസ് സ്റ്റേറ്റിലായാലും ലിക്വിഡ് സ്റ്റേറ്റിലായാലും വേപ്പറൈസ് സ്റ്റേറ്റിലായാലും അതിന്റെ ഫോർമുല എന്ത് തന്നെയാണ്? H2 തന്നെയാണ്. സോ അവിടെ പ്രത്യേകിച്ച് വ്യത്യാസവും ഡിഫറൻസും സബ്സ്റ്റൻസിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. ഓൺലി തിങ് ഈസ് അതിന്റെ ചേഞ്ച് ഒന്നിൽ നിന്ന് വേറെയിലേക്ക് മാറുന്നു എന്നത് മാത്രമാണ്. സോ ഫിസിക്കൽ ചേഞ്ചിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി അതാണ്, നോ ന്യൂ സബ്സ്റ്റൻസ് ക്രിയേറ്റഡ്. അതേസമയം നമ്മുടെ റസ്റ്റിംഗ് ഓഫ് അയൺ എടുക്കുകയാണെങ്കിൽ റസ്റ്റിംഗ് ഓഫ് അയൺ എന്താ സംഭവിക്കുക? അതിന്റെ മുകളിൽ ഒരു കോട്ടിംഗ് വരുമ്പോൾ അത് തിരിച്ച് നമുക്ക് എന്താണ് റിവേഴ്സ് ചെയ്ത് ആ ചേഞ്ചിലേക്ക് ആദ്യത്തെ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല അല്ലെ? സോ അവിടെ നമ്മൾ എന്ത് കണ്ടു? ക്രിയേഷൻ ഓഫ് ന്യൂ സബ്സ്റ്റൻസ്. ന്യൂ സബ്സ്റ്റൻസസ് ഫോംഡ്. സെക്കൻഡ് സംഭവം എന്താണ്? ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് യൂഷ്വലി എന്താണ്? ദേ ആർ യൂഷ്വലി റിവേഴ്സിബിൾ. അതേസമയം കെമിക്കൽ ചേഞ്ച് ആണെങ്കിലോ യൂഷ്വലി ഇറിവേഴ്സിബിൾ ആണ്. സോ ഞാൻ എന്തുകൊണ്ടായിരിക്കും യൂഷ്വലി പറയുന്നത്? യൂഷ്വലി പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ദോ കെമിക്കൽ ചേഞ്ചസ് ആർ യൂഷ്വലി ഇറിവേഴ്സിബിൾ, ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ അതിൽ ഒരു എക്സെപ്ഷൻ ആണ് അമോണിയ. ദാറ്റ് ഈസ് N2 plus H2 gives NH3. ഇതെന്ന് പറയുന്നത് എന്താണ്? This is an equation for ammonia. Ammonia ഒരു റിവേഴ്സിബിൾ ചേഞ്ച് ആണ്. ഓക്കെ, ഇനി ഇവിടെ ഫിസിക്കൽ ചേഞ്ചിന്റെ അവിടെയും യൂഷ്വലി റിവേഴ്സിബിൾ എന്നിട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഗ്ലാസ് എന്ന് പറയുന്ന സംഭവം തറയിൽ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് അതേ ഫോമിലാക്കാൻ പറ്റില്ലല്ലോ. ഇവൻ അവിടെ വേറെ പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഫോം ചെയ്യുന്നില്ല, പക്ഷേ അതിന്റെ ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവിടെയും യൂഷ്വലി റിവേഴ്സിബിൾ എന്ന് ഇട്ടേക്കുന്നത്. ഇനി അടുത്ത കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ കമ്പോസിഷൻ ഡസ് നോട്ട് ചേഞ്ച്. ഫിസിക്കലി വരുമ്പോൾ അതിന്റെ കെമിക്കൽ കമ്പോസിഷനിൽ ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല. അഗൈൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഐസിന്റെ കാര്യം. ഐസ് ഏത് സ്റ്റേറ്റിലാണെങ്കിലും എന്താണ്? H2 തന്നെയാണ് അല്ലെ? സോ കെമിക്കൽ കമ്പോസിഷനിൽ വ്യത്യാസം വരില്ല. പക്ഷെ ഇവിടെ കെമിക്കൽ കമ്പോസിഷനിൽ ചേഞ്ചസ് വരും. ചേഞ്ചസ് കെമിക്കൽ കമ്പോസിഷൻ. ഓക്കെ, ഇനി ഫോർത്ത് വൺ എന്താണ്? ഇവിടെ പ്രത്യേകിച്ച് റിയാക്ഷൻസ് ഒന്നും ഓക്കർ ആവുന്നില്ല.
ഇവിടെ കെമിക്കൽ റിയാക്ഷൻസ് occur. Okay, so ഇതാണ് ഒരു ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസിന്റെ ഡിഫറൻസസ്. ഓക്കെ, സോ അങ്ങനെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഡെഫിനിഷൻ ഓഫ് കെമിക്കൽ റിയാക്ഷനിലേക്ക് വരാം. സോ എന്താണ് ഡെഫിനിഷൻ ഓഫ് കെമിക്കൽ റിയാക്ഷൻ? Definition is that the process in which new substances with new properties are formed, which usually can't be reversed by means of physical processനെയാണ് എന്തെന്ന് പറയുന്നത് chemical reactions. ഈ നോട്ട്സിനെ കുറിച്ചൊന്നും നിങ്ങൾ വരി ചെയ്യേണ്ട, ഇതെല്ലാം നമ്മൾ തരുന്ന നോട്ട്സിലുണ്ട്. ഓക്കെ, so now let's get into few examples. നമ്മുടെ ടെസ്റ്റിലെ ഫസ്റ്റ് എക്സാമ്പിൾ വെച്ച് നമുക്ക് തുടങ്ങാം. Okay, so first let's see one of the chemical reactions, that is burning of magnesium ribbon. So നമ്മൾ ഒരു magnesium ribbon എടുത്തിട്ട് അതിന്റെ എയറിന്റെ പ്രസൻസിൽ ബേൺ ചെയ്യുകയാണെങ്കിൽ, that is magnesium plus oxygen ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? We get magnesium oxide. Okay, so ഈ എക്സ്പെരിമെന്റ് എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ we have magnesium ribbons നമുക്ക് അവൈലബിൾ ആണ്. സോ magnesium ribbon എടുക്കുക, അതിനെ ഒരു ടോങ്ങിൽ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ബേണറിൽ ബേൺ ചെയ്യും. ബേൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്കൊരു വൈറ്റ് പൗഡർ റെസിഡ്യൂ കിട്ടും. ഓക്കെ, സോ അതിന് പറയുന്ന പേരാണ് എന്ത്? മെഗ്നീഷ്യം ഓക്സൈഡ്. സോ this is one of the example of എന്താണ്? കെമിക്കൽ റിയാക്ഷൻ. വേറൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് കാണാം. സോ അതിനു വേണ്ടി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് സിങ്ക് ഗ്രാനുൾസ് ആണ്. ഈ സിങ്ക് ഗ്രാനുൾ എന്ന് പറയുന്നത് ഒരു എന്താണ്, ഒരു സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു എന്താണ് അൺഈവൻ ഷേപ്പിലുള്ള ഒരു സോളിഡ് മെറ്റൽ ആണ് സിങ്ക് ഗ്രാനുൾസ്. സോ ഒരു സിങ്ക് ഗ്രാനുൾ എടുക്കുക, സിങ്ക് ഗ്രാനുളിനെ നമ്മൾ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിൽ ഇടും. dilute sulfuric acid, we get zinc sulfate plus hydrogen gas. Okay, so നമുക്ക് നമ്മുടെ സെക്കൻഡ് റിയാക്ഷൻ കാണാം, that is zinc granule plus sulfuric acid gives zinc sulfate plus hydrogen. സോ ഇവിടെ എന്താ സംഭവിക്കുക? സിങ്ക് ഗ്രാനുൾ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിങ്ക് സൾഫേറ്റ് പ്ലസ് ഹൈഡ്രജൻ കിട്ടും. സോ ഹൈഡ്രജൻ ഇവോൾവ് ആവുന്നത് ഈ ഒരു ഇതിൽ നോക്കുമ്പോൾ നമ്മുടെ കോണിക്കൽ ഫ്ലാസ്കിന്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ഒരു ലൈറ്റ് നമ്മൾ ഒന്ന് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പോപ്പ് സൗണ്ട് കേൾക്കാൻ പറ്റും, വിച്ച് ആക്ച്വലി ഇൻഡിക്കേറ്റ്സ് ദ എമിഷൻ ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, സോ ഇതും എന്താണ്? ദിസ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ നമ്മൾ നെക്സ്റ്റ് അറിയേണ്ടത് തിങ്സ് ഹാപ്പൻ ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ. എന്തൊക്കെയാണ് സംഭവിക്കാൻ പറ്റുക? നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നടക്കാൻ സാധ്യതയുള്ള കാര്യം എന്താണ്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. സോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നമ്മൾ തൊട്ട് മുമ്പ് നോക്കിയ എക്സാമ്പിൾ തന്നെ നോക്കൂ. സിങ്ക് ഗ്രാനുൾ എന്ന് പറയുന്നത് ഒരു സോളിഡ് സ്റ്റേറ്റ് ആണ് അല്ലെ? സോ സിങ്ക് ഗ്രാനുൾ ഇസ് എ സോളിഡ് സ്റ്റേറ്റ്. Sulfuric acid is a liquid state which creates zinc sulfate, which is again a liquid state, and hydrogen, which is a gaseous state. So change of state adana first example. Okay, the things that can happen during a chemical reaction, the first example is change of state. Second example is change of color. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത റസ്റ്റിംഗ് ഓഫ് അയൺ ആണ് അല്ലെ? ഇരുമ്പിലെ തുരുമ്പ് പിടിക്കുന്നത്, അത് which is the best example of change of color. ഇനി തേർഡ് എക്സാമ്പിൾ എന്താണ്? evolution of gas. സോ ഇവിടെ സിങ്ക് സൾഫേറ്റിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഹൈഡ്രജൻ റിലീസ് ആവുന്നത് അല്ലെ? സോ ആ പോപ്പ് ശബ്ദം വരുന്നു എന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ? സോ അതാണ് evolution of gas. അടുത്ത ഫോർത്ത് എന്ന് പറയുന്നത് എന്താണ്? ഫോർത്ത് ഇസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. സോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കോണിക്കൽ ഫ്ലാസ്കിൽ, ദാറ്റ് ഈസ് നമ്മുടെ സിങ്ക് ഗ്രാനുൾസ് സിങ്കിന്റെ എക്സ്പെരിമെന്റ് ചെയ്യാൻ യൂസ് ചെയ്ത കോണിക്കൽ ഫ്ലാസ്കിൽ ഒന്ന് തൊട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം നല്ല ചൂടായിട്ടിരിക്കുന്നതാണ്. ഓക്കെ, സോ എമിഷൻ ഓഫ് ഹീറ്റ്, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ നമുക്ക് കാണാൻ പറ്റും. സോ റിയാക്ഷൻ ഇൻ വിച്ച് ഹീറ്റ് ഇവോൾവ്സ്, ഇതിന് പറയുന്ന പേരാണ് എക്സോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് റിയാക്ഷൻ. സോ ഇത്ര എല്ലാവർക്കും ക്ലിയർ ആണോ?
ക്ലിയർ ആണെങ്കിൽ ഒരു എസ് ഇട്ടേ. സെറ്റ്. അപ്പോൾ ഇനി നമുക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഇക്വേഷൻസിനെ പറ്റി പഠിക്കാം. ഓക്കെ, സോ നമ്മുടെ ഈ വേർഡ് ഇക്വേഷൻ മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാം ഞാൻ വായിക്കാമേ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഇത് ഒരു കെമിക്കൽ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഒരു കെമിക്കൽ റിയാക്ഷന് വേണ്ടി വരുന്ന ഇനിഷ്യൽ സബ്സ്റ്റൻസിനെ പറയുന്നതിന്റെ പേരാണ് റിയാക്ടൻസ്. സോ ദ സബ്സ്റ്റൻസസ് ദാറ്റ് ടേക്സ് പാർട്ട് ഇൻ എ റിയാക്ഷൻ എന്ന് പറയുന്ന പേരെന്താണ്? റിയാക്ടൻസ്. ആൻഡ് റിയാക്ടൻസ് യൂഷ്വലി ഒരു ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് നമ്മൾ എഴുതുക. ഇക്വേഷൻസ് എഴുതുമ്പോൾ എപ്പോഴും 3 പാർട്ടായിട്ട് നമുക്ക് തിരിക്കാം. അതിന്റെ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് എന്താണ്? LHS. LHS ഈ ഒരു that is which takes part in substances that takes part in a reaction is known as reactants. ഇനി ഒരു റിയാക്ഷൻ നടന്ന് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ്, അതിൽ നമുക്ക് കിട്ടുന്ന എന്താണ് സബ്സ്റ്റൻസസിനെ പറയുന്ന പേരാണ് products which forms during a reaction. Substances that takes part in a reaction പറയുന്ന പേരാണ് reactants and substances that are formed during a reaction പറയുന്ന പേരാണ് products. And ഇവരെ ചെയ്യുന്നത് ഈ ഒരു ആരോ വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. That is അതിന്റെ direction of reaction കാണിക്കുന്നത് എന്ന് വെച്ചിട്ടാണ് ഒരു ആരോ വെച്ചിട്ടാണ്. And ഇതുപോലെ in word formatൽ ഒരു റിയാക്ഷനെ നമ്മൾ ഡെപിക്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് വേർഡ് ഇക്വേഷൻ. ഓക്കെ, സോ വേർഡ് ഇക്വേഷൻ കാണുമ്പോൾ വളരെ നീട്ടി വലിച്ച് എഴുതേണ്ടി വരും അല്ലെ. ഇതിങ്ങനെ അല്ലാണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇസ് കെമിക്കൽ റിയാക്ഷൻസ്, കെമിക്കൽ ഇക്വേഷൻസ്. ഓക്കെ, സോ കെമിക്കൽ ഫോർമുല യൂസ് ചെയ്ത് റിയാക്ഷൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെ പറയുന്നതാണ് എന്ത്? കെമിക്കൽ ഇക്വേഷൻസ്. അത് ഈ ഒരു ഇതിൽ നമ്മൾ എങ്ങനെ കെമിക്കൽ ഇക്വേഷൻസ് എഴുതുന്നത്? സിങ്ക് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് H2SO4 gives zinc sulfate plus hydrogen. So zinc sulfuric acid, zinc sulfate, hydrogen. So chemical formulas use ചെയ്ത് റിയാക്ഷൻസിനെ ഡെപിക്ട് ചെയ്യുന്നതിനെയാണ് പറയുന്നത് കെമിക്കൽ ഇക്വേഷൻസ്. കെമിക്കൽ ഇക്വേഷൻസ്, കെമിക്കൽ ഇക്വേഷൻസ് എഴുതുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് അത് എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം. ഓക്കെ, ബാലൻസ്ഡ് ആയിട്ടാണ് നമ്മൾ കെമിക്കൽ ഇക്വേഷൻസ് എഴുതുന്നത്. അതിന് ഒരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് എഴുതുന്നത് പറയാം. നമുക്ക് നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, ലോ ഓഫ് കൺസർവേഷൻ of mass. So according to law of conservation of mass, mass can neither be created nor be destroyed. Okay, so എന്തുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻസ് ബാലൻസ് ആണെന്ന് പറയുന്നത്? It is due to law of conservation of mass. What did law of conservation of mass states? It states that mass can neither be created nor be destroyed. That means ഒരു റിയാക്ഷൻസ് നടക്കുമ്പോൾ പുതിയ ആറ്റംസ് ഒന്നും അതിനകത്തേക്ക് വരത്തില്ല. അതേപോലെ തന്നെ ഓൾറെഡി ഉള്ള ആറ്റംസ് ഒന്നും ഡിസപ്പിയർ ആവുകയും ചെയ്യത്തില്ല. നമ്മുടെ ഇക്വേഷൻസിലെ ഓരോ നമ്മുടെ റിയാക്ടൻസിന് ഏതൊക്കെ എന്താണ് മോളിക്യൂൾസ്, ഏതൊക്കെ സബ്സ്റ്റൻസ് ആറ്റംസ് എലിമെന്റ്സ് ആണോ യൂസ് ചെയ്തിട്ടുള്ളത് അത് തന്നെ ഉണ്ടാവുള്ളൂ പ്രോഡക്ട്സിലും. The only thing is that അതിന്റെ അറേഞ്ച്മെന്റ്സ് ചേഞ്ച് ആവാം. ഓക്കെ, സോ എപ്പോഴും കെമിക്കൽ റിയാക്ഷൻസ് ബാലൻസ്ഡ് ആയിരിക്കണം. സോ ഇതിന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, സോ Zn ഒന്നുകൂടി ഇവിടെ എഴുതാണ്. Zn plus H2SO4 gives ZnSO4 plus H2. So LHS and RHS രണ്ടും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ Zn എടുത്ത് ഈ ഒരു മെത്തേഡ് പറഞ്ഞ ഹിറ്റ് ആൻഡ് റൺ മെത്തേഡ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ Zn എടുക്കുകയാണ്. Zn LHS സൈഡിൽ എത്രയുള്ള 1, RHS സൈഡിലോ Zn 1. ഇനി H എടുത്തേ, H മോളിക്യൂൾ ഈ സൈഡിൽ എത്രയുണ്ട്? 2 എണ്ണം. RHS സൈഡിലോ H 2 എണ്ണം. ഇനി S ഈ സൈഡിൽ എത്രയുള്ള? LHS സൈഡിൽ എത്രയുള്ള? 1. S RHS സൈഡിൽ എത്രയുള്ള? 1. O LHS സൈഡിൽ എത്രയുള്ള? 4. RHS സൈഡിൽ എത്രയുള്ള? 4. സോ നോക്കിക്കേ, LHS ഉം
RHSലെ എന്താണ് ആറ്റംസിന്റെ കൗണ്ട് എന്താണ് സെയിം ആണ്, which means ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. This is a balanced chemical equation. നമുക്ക് വേറെ ഇനി എക്സാമ്പിൾസ് എടുത്ത് നോക്കിയാലോ. Let's take another example. നമ്മൾ ആദ്യം പറഞ്ഞ magnesium ribbon burning example എടുക്കാം. Mg is magnesium plus oxygen gives magnesium oxide. So ഇവിടെ ഇതും ഒരു കെമിക്കൽ ഇക്വേഷൻ ആണ്. അത് ബാലൻസ്ഡ് ആണോ അല്ലയോ നമുക്ക് ആദ്യം നോക്കാം. സോ Mg എടുത്ത് നോക്കിക്കേ. Mg ഇവിടെ എത്ര എത്ര എലിമെന്റ് എത്രയുള്ള 1. ആദ്യത്തെ സൈഡിലോ Mg എത്രയുള്ള 1. ഓക്സിജൻ LHS സൈഡ് എത്രയുള്ള 2. ഇവിടെ ഓക്സിജൻ എത്രയുള്ള 1. സോ നമ്മൾ ഇവിടെ എന്താ കാണുന്നത്? ഇവിടെ LHS is not equal to RHS. Okay, so when LHS is not equal to RHS, it is not a balanced chemical equation. So balanced chemical equations allata equations in oru പേര് പറയും. എന്താ അത്? Skeletal equation. Okay, so ഇതിനെ നമുക്ക് ബാലൻസ്ഡ് ആക്കണം. ബാലൻസിങ് എങ്ങനെയാ ചെയ്യാം? പിന്നെ നമ്മൾ നേരത്തെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറഞ്ഞു. എന്താണ്? മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പുതിയ ഐറ്റംസ് ഒന്നും കൊണ്ട് വരത്തുമില്ല, അല്ലെങ്കിൽ പുതിയ ഫോർമുലാസ് ഒന്നും ആവത്തുമില്ല. ഫോർമുല ഇൻ ദ സെൻസ് റീഅറേഞ്ച്. ഇപ്പൊ ഇവിടെ എന്താ Mg + O2 gives Mgu, പക്ഷെ ഇതിനകത്തേക്ക് വേറെ എലിമെന്റ്സ് ഒന്നും ആഡ് ആവില്ല, ഒന്നും പോകത്തുമില്ല. അപ്പോ എപ്പോഴും ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരു ചേഞ്ചും വരുത്താൻ പാടില്ല, പുറത്ത് മാത്രമാണ് ചേഞ്ച് വരുത്തുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫോർമുലാസിന് ആദ്യം ഒരു ബോക്സ് വെച്ച് ബോക്സിലാക്കി വെക്കുക. അതിനുശേഷം ബാലൻസിങ് എല്ലാം നമ്മൾ ഈ ബോക്സിന്റെ വെളിയിലേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോ ഇവിടെ LHS സൈഡില് RHS സൈഡിലെ മെഗ്നീഷ്യം കൗണ്ട് ഫൈൻ ആണ്. പിന്നെ പ്രശ്നം എന്താ? ഓക്സിജൻ കൗണ്ട്. ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ ഒരാളേ ഉള്ളൂ. അപ്പൊ ഇത് ശരിയാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കാം. സോ ദിസ് ബിക്കംസ് 2MgO. 2Mg വന്നപ്പോ Mgക്കും കൗണ്ട് 2 ആയി അല്ലേ? സോ അതിനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുക. ഇപ്പൊ നോക്കിക്കേ, ഇപ്പോ LHS സൈഡിലെ Mg എത്രയുണ്ട്? 2 ഉണ്ട് അല്ലേ? LHS സൈഡില് 2 ഉണ്ട്. ഇവിടെ ആണെങ്കിലോ RHS സൈഡില് 2 ആയി. ഓക്സിജന്റെ കൗണ്ടോ? LHS സൈഡ് 2, RHS സൈഡ് 2. ഇപ്പൊ ബാലൻസ് ആയില്ലേ? ഓക്കെ. സോ നമുക്ക് ഇനിയും അടുത്ത എക്സാമ്പിളിലേക്ക് കിടക്കാം. ഇതൊരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. ബാലൻസിങ് ഓഫ് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. സോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് തന്നെ അത് ശരിയാക്കാം. ഇനി നെക്സ്റ്റ് ക്രിയേഷൻ ഓഫ് വാട്ടർ. ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ gives water. ഇതിപ്പോ ബാലൻസ്ഡ് ആണോ? അല്ല അല്ലേ? ഇവിടെ ഓക്സിജൻ 2 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. സോ എപ്പോഴും ചെയ്യുമ്പോൾ ഇനിഷ്യൽ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്തു പോവുക. LHS RHS ഇട്ട് തന്നെ ചെയ്തു പോവുക. ഹൈഡ്രജൻ എത്രയുണ്ട്? 2 ഉണ്ട്. ഇവിടെ ഹൈഡ്രജൻ എത്രയുണ്ട്? RHS സൈഡിൽ 2 ഉണ്ട്. ഓക്സിജനോ? ഓക്സിജൻ LHS സൈഡിൽ 2 ഉണ്ട്, RHS സൈഡിൽ എത്ര ഓക്സിജൻ ഉള്ള? 1. അപ്പോ ഇത് അൺബാലൻസ്ഡ് ആണ്. ആദ്യം എന്ത് ചെയ്യണം? എല്ലാത്തിനെയും ബോക്സ് ആക്കി മാറ്റാം. അതിനുശേഷം ഓക്സിജനെ നമുക്ക് ഓക്കെ ആക്കണം അല്ലെ? സോ ഇവിടെ എന്ത് ചെയ്യാം? 2H2O. വെളിയിൽ 2 ഇട്ട് കൊടുക്കുക. വെളിയിൽ 2 ഇടുമ്പോൾ ഹൈഡ്രജന്റെ കൗണ്ട് ഇപ്പൊ എത്രയായി? 4 ആയി അല്ലെ? സോ ഇത് 4 നമ്മൾ ബാലൻസ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 2 കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഇത് ബാലൻസ്ഡ് ആയോ? ഓക്കെ അല്ലേ? സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു another example. N2 plus H2 gives NH3. This is an equation for ammonia. Okay, so nitrogen plus hydrogen gives ammonia. So ഇവിടെ LHS നോക്കിക്കോ. LHS ല് nitrogen എത്രയുള്ള? 2. hydrogen എത്രയുള്ള? 2. RHS ലോ nitrogen 1, hydrogen 3. അപ്പോ ഇല്ലാതെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യേണ്ടത്? നൈട്രജനെ അല്ലേ? സോ നൈട്രജൻ ഇവിടെ 2, ഇവിടെ 1. അപ്പൊ എന്ത് ചെയ്യും? ആദ്യം പറഞ്ഞതുപോലെ ഒരു ബോക്സ് ആക്കി തന്നെ ചെയ്യാം. ആദ്യമൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾ അത് ഓക്കെ ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് ഈ ബോക്സ് വേണ്ടത് ആവശ്യം വരില്ല. സോ ഇനിഷ്യലി ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തു പോവാം. സോ നൈട്രജൻ RHS കൗണ്ട് ഡിഫറെന്റ് ആണ് അല്ലേ? സോ അത്
2NH3 ആക്കി. സോ 2NH3 ആക്കി എന്ത് സംഭവിച്ചു? നൈട്രജന്റെ കൗണ്ട് ഓക്കെ 2N 2N അല്ലെ. ഇനി അടുത്ത നമുക്ക് എന്ത് ശരിയാക്കാം? നമുക്ക് ഇങ്ങനെ 2 ഇട്ടപ്പോ ഇപ്പൊ ഹൈഡ്രജന്റെ RHS കൗണ്ട് എന്തായി? ഹൈഡ്രജന്റെ RHS കൗണ്ട് 6 ആയി അല്ലേ. സോ അത് ശരിയാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ LHS ന്റെ ഇവിടെ 3 ഇട്ടു. സോ ഇപ്പൊ ഓക്കെ ആയില്ലേ? N2 + 3H2 gives 2NH3. ഓക്കെ അല്ലേ? സോ ഇങ്ങനെയാണ് നമ്മൾ ബാലൻസിങ് ചെയ്യുന്നത്. സോ അടുത്ത വരുന്ന ക്ലാസ്സിൽ we do more examples.